ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഔട്ടത്തൂരാണ് കേട്ടോ. ഔട്ടത്തൂർ നല്ലൊരു ഫാം നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. നല്ലൊരു ഏരിയയിൽ ഉള്ളൊരു ഫാമാണ് കേട്ടോ. നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് അടിപൊളി ഫാം. 92 സെൻറ്റാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. 92 സെൻറ്റ്. ചുറ്റും മതിൽക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു സംഭവമാണ്. ഇതിൽ ഫുള്ള് ഫ്രൂട്ട്സാണ് കേട്ടോ. ഫുള്ള് ഫ്രൂട്ട്സാണ്. റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, അതുപോലെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയാൻ എനിക്കറിയണില്ല, കാരണം നമുക്ക് കേൾക്കാത്ത വിധത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെയാണ്. വേണ്ടില്ലേ, ഫുള്ള് മറ്റേ വാട്ടർ കണക്ഷനും എല്ലാതും ചെയ്തിട്ടുണ്ട്. എല്ലാ ചെടികളുടെ കടക്കായിരിക്കും വാട്ടർ കണക്ഷനൊക്കെ ഉണ്ട്. നാരകം 4 കിലോ വരെ തൂക്കം വരണ നാരകമൊക്കെ ഉണ്ടെന്ന് പറയണേ. ഇത് ഇവിടെ എപ്പോഴും ജോലിക്കാരുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫാം ഹൗസ് ഉണ്ട് ഇതിനകത്ത്. ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് ഡുക്കു ലാങ്സാറ്റ്. ഈ ഫ്രൂട്ടിൻ്റെ പേര് ലോങ്കാൻ. ഇതൊക്കെ ഓൾറെഡി ഫ്രൂട്ടായിട്ടുള്ളതാണ്. പിന്നെ അബിയു, ഇത് കാണുന്നത് അബിയു. അതേപോലെ തന്നെ ഇതിനിടയിൽ നമ്മുടെ ഫാം ഹൗസ്, നല്ല 2 റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ടുള്ള നല്ല ഫാം ഹൗസാണ് കേട്ടോ. പുതിയതാണ്. പിന്നെ കവുങ്ങ് ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ടുണ്ട്. കവുങ്ങുണ്ട്, 150ഓളം കവുങ്ങുണ്ട് അത്രേ. പിന്നെ എന്തുള്ള ഇത് ഇത് വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ടാണ് അത്ര. എന്താ പറഞ്ഞത്, അച്ചാച്ചൈരു. ഈ ഫ്രൂട്ട് ഇതുമ്പോൾ പൂത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കടപ്പ്ളാവ്. ഇതെന്താ അടയ്ക്കാൻ വരെ ഇത്ര വണ്ണമുള്ളത്? ഇത് ഷോയ്ക്കുള്ള അടയ്ക്കാൻ വരെ അടയ്ക്കുണ്ടാവും. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ ചവുണ്ണിയും മറ്റേ അതുപോലെ മൊലിഞ്ഞീനൊന്നും ഇല്ലാത്ത പ്ലാവാണ് കേട്ടോ. ഇത് ഓൾറെഡി എല്ലാ പ്രാവശ്യം ചക്ക ഉണ്ടാവണതാണ്. ഇതുമേ ഇതൊക്കെ അബിയോ. ഇത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് സംഭവം. ഇത് കണ്ട ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് ഉണ്ടായി താഴെയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാതും വാട്ടർ കണക്ഷൻ, അടികൂടെ വാട്ടർ കണക്ഷൻ ഉണ്ട്. ചുറ്റുമതിലുണ്ട്. നല്ലൊരു ഏരിയയിൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സൈഡ് ഇതിന് റോഡ് കിട്ടുന്നുണ്ട്. 2 സൈഡ് ടാറിങ് റോഡും 1 സൈഡ് ബാക്ക് സൈഡ് പ്രൈവറ്റ് റോഡും കിട്ടുന്നുണ്ട് കേട്ടോ. 2 കിണർ. മോട്ടർ വീട്ടിലിരുന്ന് ഓണാക്കാം. അങ്ങനത്തെ റിമോട്ട് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറം നാട്ടിലാണെങ്കിലും മോട്ടർ ഓണാക്കാവുന്ന സെറ്റപ്പിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. അതുപോലെ നാടൻ കിണറുണ്ട്, ഒരിക്കലും പറ്റാത്ത കിണർ. ഇത് നാരകമാണ്. ഇതിൽ ഇത് വേണ്ട നാരകം ഉണ്ടായിട്ടുണ്ട്. താഴൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അടിപൊളി സംഭവമാണ്. ഇപ്പോഴുള്ള ഫ്രൂട്ടുകളിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് ജാക്ക്. എന്താണ് ജാക്ക് 33? ഈ ചക്ക ഇപ്പോൾ ഉള്ള ചക്കകളിൽ ഏറ്റവും നല്ല ചക്ക എന്നാ പറയണേ. ഇത് കണ്ടില്ലേ, വേൾഡിൽ ഏറ്റവും നല്ല ചക്കയാണ് ഇത്. അങ്ങനത്തെ ഫ്രൂട്ട്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ. അതായത് നമ്പർ 1 ഫ്രൂട്ട്സുകളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചാണേ. കൊടംപുളി ഇത്രയും ചെറുതോ? ഓക്കെ, വളരെ ചെറിയ കുടംപുളി. പക്ഷേ ഇത് കൊല കുത്തി കുടംപുളി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, വളരെ ചെറുത്. കണ്ടില്ലേ, ഹൈബ്രിഡ് കുടംപുളി.
ഓക്കെ. അപ്പോൾ നല്ലൊരു വരുമാന മാർഗമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ജീവിക്കാനായിട്ട് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു അന്തരീക്ഷം, അതായത് ലോക്കലും നല്ല ഏരിയയാണ്. ഇത് കെമിക്കൽ ഉപയോഗിച്ചിട്ടില്ലാന്ന്. എല്ലാ ഫ്രൂട്ട്സ് ചെടികൾക്കും കെമിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഏതാ? ലില്ലിപ്പില്ലി. ഇത് ഈ കാണുന്നതാണ് ലില്ലിപ്പില്ലി. കണ്ടാ? പിന്നെ അവിടെ ചെറി ഒന്ന് നിറച്ച് കൊല്ല കുത്തിണ്ടാവും, കണ്ടമാനുണ്ടാവും ചെറി. ഇത് എന്ത് നാടൻ ചെറിയാണോ? ഓക്കെ ഓക്കെ. ശരി. ഇത് മാംഗോസ്റ്റീൻ. ഇത് മറ്റേ ചെറി. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഒരു ചെറിയ നല്ല വെറൈറ്റി സാധനമാണ്. അടയ്ക്കൊക്കെ വീണ് താഴെ കാട് പിടിച്ചെടുക്കാം. ഓ നന്നായിട്ട് അടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ എങ്ങനെ പോയാലും ഒരു 19 തരം ഫ്രൂട്ട്സുകൾ തന്നെ ഉണ്ടാവും അല്ലേ? 50 തരത്തോളം ഫ്രൂട്ട്സുകൾ തന്നെ ഉണ്ടാവും. വേണ്ട, എന്ത് ജബോട്ടിക്? മരമുന്തിരി. ഓക്കെ ഓക്കെ. ജബോട്ടിക്കാവ എന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് ആണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. 1600. ഇത് ചെറുനാരങ്ങ. 1600 വെറൈറ്റികളിൽ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റിയാണത്. 1600 വെറൈറ്റികളിൽ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ജബോട്ടിക്കാവ. ഇത് 1200 1400 ഗ്രാം ഉണ്ടാവുന്ന ഒരു മാങ്ങ. നിറച്ച് എല്ലാ കൊല്ലം ഉണ്ടാവും. ഇതിന്റെ പേര് ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും നല്ലതാണ് നാസിക് പസന്ത്. ഇത് പിന്നെ ഒരു മാങ്ങ അതിൻ്റെ അപ്പുറത്ത് നിറച്ചുണ്ടാവും. കഴിഞ്ഞ കൊല്ലം നിറച്ചുണ്ടായി. ഒറ്റ പോലെ കേടുവന്നില്ല. സാധാരണ ആൾക്ക് കേടുവന്നില്ല. ഒറ്റെണ്ണം പോലും കേടുവന്നില്ല. ഞാൻ കുറച്ച് വെച്ച് കിട്ടി മാംഗോസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനിയുണ്ട് കാണാനായിട്ട് ഒരുപാടുണ്ട്. ചെറുനാരങ്ങ. അപ്പം വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ സെൻറ്റിന് 4.5 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. 4.5 ലക്ഷം രൂപ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇതിൽ നമുക്കൊരു നല്ലൊരു വീട് വെച്ചിട്ട് നല്ല സെറ്റായിട്ട് താമസിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി, സ്കൂള്, അമ്പലം, എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ ചുറ്റും മതിൽക്കെട്ടും കാര്യമുണ്ട്. അതുപോലെ തന്നെ 2018 വെള്ളപ്പൊക്കമൊന്നും ബാധിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് കേട്ടോ. അപ്പം നമുക്ക് ശാന്തമായിട്ട് താമസിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവിധം നമുക്ക് ഒരു ഫ്രൂട്ട്സിന് നമുക്ക് പുറത്ത് പോകണ്ട. കെപ്പൽ ഈ കെപ്പൽ എന്ന് പറഞ്ഞ ഫ്രൂട്ട്സിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മറ്റേ പെർഫ്യൂം ഉണ്ടാക്കുന്നത്. ഇതാണ് ആ ചെടി കേട്ടോ. ബ്രൂണൈ സ്ഥലങ്ങളിൽ എന്താ പറയുക, അവർക്ക് രാജാക്കന്മാർക്ക് മാത്രം വെക്കാൻ പറ്റുള്ളൂ. അവിടെ ഉണ്ടായിരുന്നില്ല. അത് പുലാസാൻ. അതിൻ്റെ പേര് പുലാസാൻ. എല്ലാവരും നിറച്ച് കായുണ്ടാവും. പുലാസാൻ. ഇത് പുലാസാൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിറച്ച് കായ ഉണ്ടാവും. അപ്പോൾ മേടിക്കുന്നവർക്ക് നല്ലൊരു അസറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും, അതായത് നമ്മുടെ ഇപ്പോൾ എവിടെയും കിട്ടാവുന്ന എല്ലാ ഫ്രൂട്ട്സുകളും ഇവിടെ കിട്ടും. പിന്നെ ഇയർലി ഇവർക്ക് ഇത് സെയിൽ ചെയ്തിട്ട് തന്നെ 12 ലക്ഷം രൂപയോളം ഇവർക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. ഇതിൽ ഇതൊരു കിണറാണ്. നമ്മൾ നല്ലൊരു ഓപ്പൺ വെല്ലാണ് കേട്ടോ. ഇത് പിന്നെ ഒരു ബോർവെല്ലുണ്ട്. പിന്നെ ഇതേ അവിടെ നല്ലൊരു ടാങ്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് കൂടെ ഇതിൻ്റെ ഈ മതിലിൻ്റെ അപ്പുറത്ത് ടാറിങ്ങാണ്, ഫ്രണ്ടിലും ടാറിങ്ങാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ.
വിട്ട് കളയണ്ട, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് കേട്ടോ അത്. ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനെ സെറ്റാക്കി ഈ സ്റ്റേജിലാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഈ ചേട്ടൻ നന്നായിട്ട് നോക്കി സെറ്റാക്കി എടുത്തേക്കേണ്ടതാണ് പറമ്പ്. പിന്നെ നമുക്ക് താമസിക്കാനായിട്ട് നല്ലൊരു വീടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ചേട്ടൻ ഈ ഒരു ബെഡ്റൂം, ഒരു ഹാള്, കിച്ചൺ ഇതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കണതാണ്. ആൾ പുറത്തായിരുന്നു, പുറത്തുനിന്ന് വന്നിട്ട് നാട്ടിൽ വന്നപ്പോൾ ചെയ്തേക്കണതാണ്. ഇവിടെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേട്ടോ, അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.